ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കുറഞ്ഞ കാര്യം പറയട്ടെ. 1 യോഹന്നാൻ 1:9 ഇപ്രകാരം പറയുന്നു: എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും അവൻ നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ആരാണ്? ആരോടാണ് ഏറ്റു പറയേണ്ടത്? പാവം ഈശോയോട്. ഈശോയോട് നമ്മുടെ പാവങ്ങൾ ഏറ്റു പറഞ്ഞാൽ എന്തു ചെയ്യും? ക്ഷമിക്കും, അല്ലേ? എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് വിശുദ്ധ കുർബാനയോട് ഈശോ ആഗ്രഹിക്കുന്നത്. ആ യോഗ്യതയോടെ, അതാണ് 1 കൊരിന്ത്യർ 11:27 പറയുന്നത്. യോഗ്യതയോടുകൂടി ആയിരിക്കണം കർത്താവിൻ്റെ ശരീരരക്തം ഭക്ഷിക്കേണ്ടത്. ആ ശരീരരക്തം ഭക്ഷിക്കാൻ ഈ ഒരു കൃപ ഉണ്ടാകണം, ഈ ഒരു യോഗ്യത ഉണ്ടാകണം. നമ്മൾ ഈശോയോട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയണം. ഈശോ ആയിരിക്കണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകേണ്ടത്. കുമ്പസാരിക്കേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കുമ്പസാരം അത് സഭയുടെ ഒരു കൂദാശയാണ്. ആ കൂദാശ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ കൂദാശയെ നമ്മൾ ഉൾക്കൊള്ളാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരൂപത്തെ നോക്കി തിരുരൂപത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുക. അവിടെ സ്വരമുണ്ടാകത്തില്ല, മനസ്സിലായിരിക്കും പറയുന്നത്. മനസ്സിൽ പറയുന്നത് മാത്രമേ യേശു സ്വീകരിക്കുകയുള്ളൂ, യേശുവിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. യേശു ആത്മാവായതുകൊണ്ട് യേശുവിനെ മറ്റ് ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ മനസ്സിൻ്റെ വേദനയും നമ്മുടെ മനസ്സിൻ്റെ അപേക്ഷയാണ് ഈശോ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും യേശുവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ അനുദിന പാവങ്ങളെ ഏറ്റുപറയണം. എന്നിട്ട് വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. അപ്പോഴാണ് യേശുവിൻ്റെ കൃപ നമ്മളിലേക്കുള്ളത്. അപ്പോഴാണ് ആ ശരീരത്തിന് ജീവൻ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കഴിക്കുന്ന ആ ഗോതമ്പപ്പത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ഗോതമ്പപ്പം യേശുവിൻ്റെ ശരീരരക്തമായി മാറത്തില്ല. അത് വെറും ഗോതമ്പപ്പമായി തന്നെ ആയിരിക്കും. ശുദ്ധിയോടുകൂടി, യോഗ്യതയോടുകൂടി അത് ഭക്ഷിക്കുമ്പോഴാണ് അത് ശരീര രക്തമായി മാറുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? യോഹന്നാൻ്റെ 1 യോഹന്നാൻ 1:9 മറക്കരുത്. 1 യോഹന്നാൻ 1:9 ഏറ്റുപറയുക, രക്ഷ പ്രാപിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും പാപത്തിന് അടിമകളാണ്. പാപമില്ലാത്ത ഒരുവനും ഈ ഭൂമിയിലില്ല. ഒരുവനും ഈ ഭൂമിയിലില്ല പാപമില്ലാത്തൊരുവനും. ഒരാൾ മരിക്കുന്നെങ്കിൽ അത് പാപത്തോടെ മാത്രമേ മരിക്കത്തുള്ളൂ, പാപമില്ലാതെ മരിക്കില്ല. ഒരു സെക്കൻഡിൽ വരെ അവൻ പാപം ചെയ്തിരിക്കും. അവസാന നിമിഷം വരെ അവൻ പാപം ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കിട്ടുന്ന ഒരു വഴിയാണ് ഈശോയുടെ മുമ്പിൽ അത് ഏറ്റുപറയുക. അത് ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈശോയുടെ ശരീരരക്തം ഭക്ഷിക്കാൻ പാടുള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ചെറിയൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് പിന്തുടരുക. കർത്താവാണ് ഏറ്റവും വലുത്. കർത്താവില്ലാത്ത ഒന്നും നമുക്ക് ആവശ്യമില്ല. കർത്താവിൻ്റെ മുഖത്താണ് നമ്മുടെ ജീവിതത്തിൽ നിറയേണ്ടത്. വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഏകരക്ഷകൻ. വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. വിശുദ്ധ കുർബാനയിലാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്, നമ്മുടെ ആത്മാവ് നിലനിൽക്കുന്നത്. യേശു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? അത് ഏറ്റവും മഹത്വമാർന്നത് ഈ വിശുദ്ധ ബലിയിൽ നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വചനം ഒന്നുകൂടി വായിച്ചിട്ട് അത് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾ എല്ലാ ദിവസവും ഈ കുർബാന തുടങ്ങുമ്പോൾ കയറി ചെല്ലുന്നവരല്ല ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നത്. കുർബാന തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ബലിയിൽ പങ്കെടുക്കണം. ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഏതായാലും പോകും. ഏതായാലും നമ്മൾ ബലിയർപ്പിക്കാൻ പോകും. ഏതായാലും നമ്മൾ പള്ളിയിൽ പോകും. അതൊരു 10 മിനിറ്റ് മുമ്പ് പള്ളിയിൽ ചെല്ലുക. ചെന്നിട്ട്
നിങ്ങളുടെ ആ കാര്യങ്ങൾ, നിങ്ങളുടെ പാപങ്ങളെ ഈശോയുടെ മുമ്പിലേക്കൊന്ന് വിളിച്ചു ഒന്ന് പറയുക, ആ മനസ്സിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവിടുന്ന് ഈശോയുടെ രക്ഷ മേടിച്ചിട്ട് വേണം ആ ബലിയിൽ എടുക്കുക. ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു മകള് ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്. മകൾ വിളിച്ച് പറയുകയാണ്, പപ്പ ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് വൈകിട്ട് 7:30 8 മണിയാകുമ്പം ഞാൻ എറണാകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങും. പപ്പ വന്ന് എന്നെ കൊണ്ടുപോകണം. നിങ്ങൾ പോകത്തില്ലേ? നിങ്ങൾ പോവും. എപ്പോൾ പോവും? എപ്പോഴാണ് ചെല്ലുന്നത്? 7:30 7 കഴിഞ്ഞ് 8 മണിക്കാണ് ചെല്ലുന്നത്. 8 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊച്ചുണ്ടാകത്തില്ല. പിന്നെ കൊച്ചിൻ്റെ ജഡം വേറെ എവിടെയെങ്കിലും കാണാം നമുക്ക്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? 7:30 വരും എന്ന് പറഞ്ഞ കൊച്ചിന് വേണ്ടിയിട്ട് 6:30 ആകുമ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി കാത്തു നിൽക്കും. 7:15 കഴിയുമ്പം നമ്മുടെ മെത്രാൻ പിതാവ് അതിലെ വരികയാണ്, കാണുകയാണ്. എന്താ ഇവിടെ നിൽക്കണേ? ഞാനിങ്ങനെ കൊച്ചിനെ കാണുന്നത്, നമുക്ക് ചായ കുടിക്കാം അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമോ? പോകത്തില്ല. കാരണം അതിനേക്കാൾ വലുതാണ്, പിതാവിനേക്കാൾ വലുതാണ്, പിതാവ് തരുന്ന ആ ചായയേക്കാൾ വലുതാണ് നിങ്ങളുടെ മകൾ ഇല്ലേ? അത് നിങ്ങൾക്കറിയാം. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിതാവിനും പറഞ്ഞു വിട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ മകളെ കിട്ടത്തില്ല. പിന്നെ കാണാൻ വല്ല ഓടയിലോ തോട്ടിലോ ഒക്കെ കാണാം. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടാലും ശരി 7:30 വരുന്ന മകൾക്ക് വേണ്ടിയിട്ട് 6:30 നിങ്ങൾ അവിടെ ചെന്ന് കാത്തു നിൽക്കും. അതിനേക്കാൾ വലുതല്ലേ ഈശോ? ഈശോയുടെ ബലിപീഠമല്ലേ ഏറ്റവും വലുത്? ആ ബലിപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ചെന്നാൽ എന്താ, 10 മിനിറ്റ്, അരമണിക്കൂറൊന്നും വേണ്ട, 10 മിനിറ്റ് മുമ്പ് ഒന്ന് ചെന്ന് ആ ഈശോയുടെ കുരിശിൽ നോക്കിയിട്ട് ആ പാപങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞ് മനസ്സമാധാനത്തോടുകൂടി ശുദ്ധിയോടുകൂടി ഈശോയുടെ ശരീരരക്തം ഭക്ഷിക്കാൻ മേലെ, അതല്ലേ യോഗ്യത. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തോടു കൂടി തന്നെ, വിശ്വാസത്തോടു കൂടി തന്നെ ആ കർത്താവായ യേശുവിൻ്റെ ശരീരരക്തം യോഗ്യതയോടെ ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ക്രൈസ്തവനാകുന്നതും. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആ തിരുശരീര രക്തം യോഗ്യതയോടെ ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് വേറെ ആളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആളെ സഹായിക്കാൻ സാധിക്കില്ല. നമ്മൾ വേറെ ആളെ സഹായിക്കുന്നില്ലെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ആ വിശുദ്ധ കുർബാന നിങ്ങൾക്ക് ശാപമാണ്. ആ വിശുദ്ധ കുർബാന ശാപമാണ്. അത് നിങ്ങൾക്ക് രോഗങ്ങൾക്ക് കാരണമാകാം, നിങ്ങളുടെ മരണത്തിന് വരെ കാരണമാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. നിങ്ങൾക്ക് നഷ്ടം വന്നാലും ശരി, മറ്റുള്ളവർക്കൊരു ദ്രോഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ ഒരു 10 മിനിറ്റെങ്കിലും ദേവാലയത്തിൽ ചെന്ന് ഈശോയുടെ മുമ്പിൽ, ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ പാവങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞ് നോക്കി. ഒരു വലിയ സത്യമാണത്. നിങ്ങളത് ചെയ്ത് നോക്ക്. ഒരു വലിയ സത്യമാണത്, മറക്കരുത്, ചെയ്യുക. മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയല്ല. നമ്മൾ ഈ ദേവാലയത്തിൽ പോയി ഈ ബലി അർപ്പിക്കുന്നതും ആ ഗോതമ്പപ്പം വാങ്ങി തിന്നതും വെറുതെയാണ്. അതുകൊണ്ട് അത്രയും പവിത്രതയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളൊരാളെ സഹായിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ അയൽവാസികളെ. അവർക്ക് ദ്രോഹം ഉണ്ടാകുന്ന ഒന്നും നിങ്ങൾ ചെയ്തു വയ്ക്കരുത്. അത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ചുമ്മാ രാവിലെ ഒരുങ്ങിക്കെട്ടി പള്ളിയിൽ പോയി അവിടുന്ന് പരദൂഷണം പറഞ്ഞ് കിടന്ന പോലെയല്ല വേണ്ടത്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും, നിങ്ങളുടെ മക്കളിലുണ്ടാവും. എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിന് 1 യോഹന്നാൻ 1:9 നിങ്ങളത് വായിച്ച് നോക്കണം. അതനുസരിച്ച് നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയുകയും ചെയ്യണം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.